എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ ആക്കലേ ആക്കലേ നീലാകാശം. ചെറുക്കൻ നന്നായിട്ട് പാടണല്ലേ. യാതെങ്കിലും ഒരു സിനിമ പാടാൻ കിട്ടിയാ ചെറുക്കൻ പൊളിച്ച് അടിക്കേനെ. പ്രാതിയായി പ്രാതി ചെറുക്ക ഇങ്ങോട്ട് പാടാ. മാമ പോന്നു മാമ. ഞാൻ കുറച്ചു നേരം ആയി പാട്ടും കേട്ടോണ്ട് നിന്ന്. കൊള്ളായിരുന്ന പാട്ട് കൊള്ളായിരുന്നു, നന്നായിരുന്നു. ഞാൻ രാവിലെ നിന്റെ വീട് നടാൻ വഴി വന്നതാ. എപ്പോഴും മാമ രാവിലെ ഒരു 8:30 മണിയാവും. എങ്കിൽ നിങ്ങൾ വിളിക്കാത്തെന്തോ മാമ, ഞാൻ വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം 1-2 ഓണമായിരുന്നു. എവിടെ? പഞ്ചായത്ത് ഓഫീസിലാ? പഞ്ചായത്ത് ഓഫീസിലല്ല, വില്ലേജ് ഓഫീസിൽ. എന്തിന്? കരുത്തിൽ റെസിറ്റ് വാങ്ങിക്കാനാ? കരണ്ട് കിടന്നതൊക്കെ നീ വാങ്ങിച്ചോണ്ട് വന്നില്ല. ഇതല്ല, വേറെ 1-2 കാര്യം ഉണ്ടായിരുന്നു. എന്നെ വാ, എന്നാലും നിങ്ങൾക്ക് എന്നെ വിളിക്കായിരുന്നു മാമ. ഞാൻ പിന്നെ ദുരിച്ചപ്പെട്ട് അങ്ങ് പോയി. അതുപോലെ ക്രിസ്മസ് എന്നടാ, ക്രിസ്മസ്. അതെല്ലാവർക്കും അറിയാലോ മാ, ഡിസംബറിലാണെന്ന്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇതുവരെയായിട്ട്? എനിക്കും അറിയാം, പക്ഷെ നിനക്ക് നേരത്തെ ആണെന്ന് തോന്നണേ. ഇല്ല. പിന്നെ എന്തായാലും നോട്ടിക്ക് നിന്റെ വീട്ടിൽ 3 സ്റ്റാർ കെട്ടി തൂക്കിയിട്ടേക്കുന്നേ. നിങ്ങൾ കണ്ടാ? പിന്നെ കാണാതെ മാമ, അതെൻ്റെ ഒരു പൊടി ട്രിക്കാണ് മാമ. ട്രിക്ക് അതെന്തൊരു പൊടി ട്രിക്ക്? ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോണ്. അയ്യയ്യേ, നടക്കൂല. വേണ്ട മാമ, നിങ്ങൾ ചുമ്മാ ഇടങ്കോലി പറയില്ല മാമ. ഞാൻ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു കൂട്ടോ മാമ. നിങ്ങൾ എന്തിനു മാമ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണത്? ഉപദ്രവിക്കണല്ലടാ, നീ എത്രയേ ബിസിനസ് തുടങ്ങി, അതെല്ലാം പൊട്ടി പാളിഷായി പോയില്ലേ. എൻ്റെ മാമ, ഇത് അതുപോലത്തെ ബിസിനസ് അല്ല. പിന്നെ ഇത് അതുപോലത്തെ ബിസിനസ്. നിങ്ങൾ 3 സ്റ്റാർ കണ്ട? നക്ഷത്രങ്ങളെ കച്ചവടമായിരിക്കും. നക്ഷത്ര കച്ചവടം അല്ല. പിന്നെന്തായാലും നോട്ടി, നിങ്ങൾ സ്റ്റാർ കണ്ട? സ്റ്റാർ കണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ടാർപ്പ ഇങ്ങനെ വിരിച്ചിട്ടേക്കണ, നീല ടാർപ്പ. അത് നിന്റെ സഞ്ചാരം നടത്താനായിരിക്കും. എന്തിനു മാമ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? എന്നെ മനസ്സ് വിഷമിപ്പിക്കല്ലാമ. പിന്നല്ലാതെ പിന്നെ എന്താണ് ടാർപ്പ അടിച്ച് കെട്ടിയത്? മാമ, അവിടെയാണ് എൻ്റെ ബിസിനസ്. എന്തിനാണ് ബിസിനസ്? മാമ, എല്ലാ മാസവും ഒരു ദിവസം മാത്രമേ കച്ചവടമുള്ളൂ. അതെ, അത് ദിവസം 1-ാം തീയതി. 1-ാം തീയതി മാത്രമായിട്ടുള്ള യാത് കച്ചവടോടാ? ചായ കച്ചവടോ? മാമ, മദ്യക്കച്ചവടം. അതെങ്ങനെയാടാ? 1-ാം തീയതി എല്ലാ ഷാപ്പുകളും അവധിയല്ലേ? അത് മാത്രമോ? നിനക്കെങ്ങനെ അതിന് ലൈസൻസ് കിട്ടുമോ? എൻ്റെ മാമ, നിങ്ങൾ TV കാണാറില്ലേ, അല്ലെങ്കിൽ പത്രം വായിക്കാറില്ലേ മാമ? പുതിയ വാർത്തയും നിങ്ങൾ കേട്ടില്ല മാമ? എന്തിനാണ് പുതിയ വാർത്ത? പുതിയൊരു നിയമം വന്ന്. എന്തിനാ നിയമം? 3 സ്റ്റാർ ഉള്ളവർക്ക് 1-ാം തീയതി മദ്യക്കച്ചവടം നടത്താം. എങ്ങനെ മാമ? 3 സ്റ്റാർ ഉണ്ടെങ്കിൽ, 3 സ്റ്റാർ ഉണ്ടെങ്കിൽ നമുക്ക് 1-ാം തീയതി മദ്യക്കച്ചവടം നടത്താം മാമ. ഞാൻ ഇനി മദ്യക്കച്ചവടം നടത്തി വലിയ കോടീശ്വരനാ മാമ. ഞാൻ ഇനി എൻ്റെ കുടിയൊക്കെ നിർത്തി. ഞാൻ കുടിക്കൂല, എല്ലാവരും കുടിപ്പിക്കും മാമ. ഇനി ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഞാൻ തുടങ്ങും. ഞാൻ വലിയൊരു പണക്കാരനായി കാണിച്ചിരും മാമ. അതൊക്കെ നല്ല കാര്യം തന്നെടാ. ഇപ്പം എത്ര സ്റ്റാറാണ് അതിൽ തൂക്കിയേക്കുന്നത്? 3 2 കൂടെ വാങ്ങിച്ച് തൂക്കടാ. അതിന് മാമ അപ്പോഴത്തേക്ക് 5 സ്റ്റാർ ആകൂലടാ. 5 സ്റ്റാർ. അപ്പൊ നമുക്ക് നല്ല വില കിട്ടുമല്ലോ. വില കിട്ടുന്ന മാത്രമല്ല, പിന്നെ എപ്പോൾ ലൈസൻസ് കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ നല്ല കച്ചവടം നടക്കും മാമ. എടാ മണ്ടൻ കൊണേച്ചാ, എടാ ചെറുക്കാ, എന്തിനാണ് വാർത്തയെന്നറിയാ? എന്തിന് 3 സ്റ്റാർ ഉള്ളവർക്ക് മദ്യ കച്ചവടം നടത്താന്ന്? അങ്ങനെയല്ല, പിന്നെ 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടൽ നടത്തുന്നവർക്ക് 1-ാം തീയതി മദ്യ കച്ചവടം നടത്താൻ പ്രത്യേക അനുവാദം കൊടുക്കുമെന്നാണ് പ്രത്യേക നിയമം. എന്തൊരു മാമ നോട്ടി.